ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. ബലാത്സംഗ കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. രാഹുലിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. ചോദ്യം ചെയ്യലിനോട് രാഹുൽ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. ഫൈസൽ അസീസുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതിയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അനീഷ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അല്പസമയം മുമ്പാണ് പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. അഞ്ജലി ദേവിക്ക് മുന്നിലാണ് ഹാജരാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് പൂർത്തിയാക്കി. നേരത്തെ തന്നെ അതിനുശേഷം പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മാങ്കൂട്ടത്തലിനെ ഈ അഞ്ജലി ദേവി, അതായത് പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജഡ്ജ് അഞ്ജലി ദേവിയുടെ മുന്നിലാണ് ഹാജരാക്കിയിരിക്കുന്നത്. ഏതായാലും രാഹുലിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് ഈ SITയും അതുപോലെ രാഹുലിന്റെ അഭിഭാഷകനും തമ്മിലുള്ള ഒരു കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങുകയാണ്. അതിനുശേഷം റിമാൻഡിലാണ് നേരെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും. നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. തിരുവല്ല കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അവിടെ ഏതെങ്കിലും രീതിയിൽ ജാമ്യം ലഭിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി കാലാവധി തീർന്നതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അനീഷ, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫൈസൽ, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ദൃശ്യങ്ങൾ പ്രതിഷേധത്തിന് സാഹചര്യമൊന്നും കാണുന്നില്ല. പക്ഷെ നല്ല സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഇത്തരത്തിൽ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗം കൊണ്ട് തന്നെ പോലീസിന്റെ കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തി.